ബോഡിയിൽ വന്ന അഡ്രിനാലിൻ കുറച്ചുകൂടി കൂടുതൽ എഫക്ട് ചെയ്യും. വേണ്ട വേണ്ട, നീ ഷർട്ട് തേക്കണം, മതി മതി, നിർത്തിക്കോ, ഞാൻ തേച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഷർട്ട് തേക്കും. തേച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിന്നെ ഭാര്യയുടെ വാപ്പാനെ പറയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരാതിയൊക്കെ പറഞ്ഞ് തേച്ചുകൊണ്ടിരിക്കും. ഞാൻ പലപ്പോഴും പല സദസ്സിനും ചോദിക്കാറുണ്ട്, നേരിട്ട് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളതും ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീരെ ബഹുമാനം ഇല്ലാത്ത രീതിയിൽ സംസാരിക്കപ്പെടുന്ന നല്ല വ്യക്തിത്വം ആരാ? അതൊക്കെ പഠിക്കണം. ആരാ? ഭാര്യയുടെ വാപ്പ. അതന്നെ അമ്മാച്ചൻ. ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഒരു വില ഉണ്ടാവില്ല. എന്റെ വാപ്പാനെ കണ്ട് ഞാൻ എന്നൊക്കെ പറയും. നേരിട്ട് അമ്മ സ്വാഭാവികം വാപ്പാന്നൊക്കെ പറഞ്ഞ് രണ്ട് കൈ കൊടുത്ത് പിടിച്ചിട്ടൊക്കെയാണ് സാധാരണ. അങ്ങനെയാണല്ലോ. വാപ്പാനേക്ക് ഇങ്ങനെ പറഞ്ഞേക്കുമ്പോഴേക്കും ഭാര്യ അന്ന് ഞാനോട് നിൽക്കണില്ല, നമ്മൾ പെട്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് പോകും. വീട്ടിലെത്തും. അപ്പൊ അപ്പൊ മോളെന്താ ഒറ്റയ്ക്ക് പെട്ടി കേട്ടുന്നില്ല? ഇല്ല അപ്പ ഞാനവിടെ നിൽക്കൂല. കാരണം എന്താ? അത് പിന്നെ എന്തൊക്കെയാ അയാള് വാപ്പാനെ പറഞ്ഞെന്നറിയോ? അത് പറഞ്ഞത് മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇയാളുടെ മനസ്സിൽ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, ഈ ഒരു പണി എന്താ സംഭവം ഉണ്ടായിരുന്നു? അപ്പൊ ഒരു ഷർട്ട് തയ്ക്കാൻ ഒരു 5 മിനിറ്റ് വൈകിയതിനാണ്. 5 മിനിറ്റ്. സംഭവം പണ്ടുണ്ടാക്കിയിട്ടുള്ള അഡ്രിനാലിനാന്നുള്ളത് ഇവർക്കറിയില്ലല്ലോ. 5 മിനിറ്റ്. അപ്പൊ 5 മിനിറ്റ് ഷർട്ട് തയ്ക്കാണെന്ന് വൈകുന്ന ഇനി അങ്ങോട്ട് പോകണ്ട, മോളോട് നിന്നോ, രണ്ട് വഴിക്കാവും. വാപ്പ ഉമ്മ ഇടപെടും. ഒരു 3 മാസം കഴിയുമ്പോൾ ഭാര്യയും ചിന്തിക്കും, ഭർത്താവും ചിന്തിക്കും, ഭാര്യ ഇല്ലാതെ ഞാനെങ്ങനെ ജീവിക്കും, ഭർത്താവ് ഇല്ലാതെ ഞാനെങ്ങനെ ജീവിക്കും. അവർ ചിന്തിക്കുമ്പോഴേക്കും കുടുംബം പറയും വേണ്ട വേണ്ട, ആ പെണ്ണിനെ പെരക്കത്തേറ്റൂല. ആര്? പയ്യന്റെ ഉമ്മ. അവനായിട്ടുള്ള ബന്ധവും വേണ്ട, പെണ്ണിന്റെ വാപ്പ. ഇവർ രണ്ടുപേരും കുടുങ്ങി പോകും. ഇതാണ് യഥാർത്ഥത്തിൽ ഫാമിലി പ്രശ്നങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള മിക്കവാറും പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത്. രണ്ടുപേരും യോജിക്കാൻ ആഗ്രഹിക്കും, കുടുംബം ഇടപെട്ട് നശിപ്പിച്ചു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരിക്കൽ ഈ അഡ്രിനാലിൻ ഉത്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ബോഡിയിൽ കിടക്കും, പെട്ടെന്നൊന്നും പോകില്ല, ഉപയോഗിച്ചിരുന്നാലേ പോകുള്ളൂ. ഏറ്റവും ചുരുങ്ങിയൊരു തലേണ്ടി കൊണ്ടുവന്ന് ഇടിച്ചിടിച്ചിടിച്ചിട്ട് ദേഷ്യം തീർക്കെങ്കിലും വേണം. ആ അഡ്രിനാലിൻ പിന്നീട് ഭാവിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും. 2 ആഴ്ചക്കുള്ളിലുള്ള മറ്റെന്തെങ്കിലും സംഭവത്തിലൊക്കെ ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊക്കെ നാം കണ്ടിട്ടുണ്ട്. നേരത്തെ കിടന്നിട്ടുള്ള സാധനമാണ് ഇവിടെ എഫക്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഒരു ചോദ്യം കിട്ടിയാൽ പക്വഭാവത്തിലാണ് ഒരാൾ നമ്മോട് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ നിർബന്ധമായും പക്വഭാവത്തിൽ മാത്രം മറുപടി കൊടുക്കണം. ഭാര്യ ഭർത്താവിനോട് ചോദിച്ചാലും, ഭർത്താവ് ഭാര്യയോട് ചോദിച്ചാലും, മക്കൾ നമ്മളോട് ചോദിച്ചാലും ഒക്കെ പക്വഭാവത്തിലെ ചോദ്യത്തിന് പക്വഭാവത്തിൽ മാത്രം മറുപടി. ഒരു സംശയമില്ല. അത് പ്രസിഡന്റ് സെക്രട്ടറിയോട് ചോദിച്ചാലും, ഖജാൻജി പ്രസിഡന്റിനോട് ചോദിച്ചാലും എല്ലാം അങ്ങനെ തന്നെ. പക്വഭാവത്തിലാണോ ചോദിച്ചിട്ടുള്ളത്, പക്വഭാവത്തിൽ മറുപടി. ഏതൊരു സംഘടനയിലും പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം അതാണ്. കുടുംബത്തിലെ പ്രശ്നത്തിന് കാരണം അതാണ്. മാതാപിതാക്കൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം അതാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. ലോകത്ത് എവിടെ നോക്കിയാലും നാവ് കൊണ്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ചോദ്യം പക്വഭാവത്തിലാണെങ്കിൽ പിതൃഭാവം കൊണ്ട് ഇയാളെ മുറിവേൽപ്പിച്ചു കളയും. ഈ മുറിവ് അത് ഉണങ്ങണമെങ്കിൽ സമയം പിടിക്കാറുണ്ട്. അതാണ് വളരെ ഗൗരവമായിട്ട് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും വികാരങ്ങൾ അടിമപ്പെടാൻ പാടില്ല. ആ പ്രകോപനങ്ങളിൽ പിരിമുറുക്കങ്ങൾ കാണിക്കാൻ പാടില്ല. പിരിമുറുക്കങ്ങൾ ഉണ്ടായാൽ പ്രകോപിതൽ ആകാനും പാടില്ല. വളരെ ഗൗരവത്തോടെ കാര്യം ചിന്തിക്കണം. നമ്മുടെ കുട്ടികൾ ഇത് കാണുന്നുണ്ടെന്നും കണ്ട് പഠിക്കുന്നുണ്ടെന്നുമുള്ള ധാരണ തീർച്ചയായിട്ടും നമുക്ക് വേണം. TV കാണുന്നതിൽ ഒഴിവാക്കണമെന്ന് പറയാനുള്ള കാരണം ഞാൻ ഈ ടോപ്പിക്കിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല, സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഒരു കാര്യം ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോളൂ. പണ്ഡിതന്മാർ കൊണ്ട് പഠിപ്പിച്ചു TV കാണൽ ഹറാമാണ്. അത് ഹറാമാണെന്നുള്ള പോയിന്റിൽ വെച്ചുകൊണ്ട് തന്നെ 99% ബുദ്ധിമുട്ടും 1% നന്മയുമുള്ള ഈ സാധനത്തെ നാം നിയന്ത്രിക്കുന്നതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ അത് ഹലാലായേക്കാം. പക്ഷെ 99% ദോഷവും 1% നന്മയുള്ള സാധനത്തെ വെച്ചുകൊണ്ടിരിക്കാതിരിക്കലാണ് നല്ലത്. അതിന് പറ്റുന്ന നിങ്ങളുടെ 1% ഗുണം അത് മറ്റ് പലതരത്തിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് ഇതിനെ ഒഴിവാക്കലാണ് നല്ലത്. കുട്ടികളുടെ പലത്തെ തലച്ചോറിനെ വികസിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിലാണ് സംസാരിക്കേണ്ടത്. കൂടുതൽ ഗൗരവമുള്ള വിഷയം അവിടെയാണ് വരുന്നത്. നമ്മുടെ മക്കൾ കൂടുതലായിട്ടും ഇമോഷൻസിന് അഥവാ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകാനുള്ള കാരണം TV-യാണ്. TV-യുടെ ഉപയോഗം കൂടിയാൽ വികാരങ്ങളുടെ തലച്ചോർ അഥവാ റൈറ്റ് ഹെമിസ്ഫിയർ, വികാരങ്ങളുടെ തലച്ചോർ, ഇത് ബുദ്ധിയുടെ തലച്ചോറാണ്. ഒരു കമ്പ്യൂട്ടർ ടേബിളിന്റെ ഉള്ളിൽ, ക്യാബിന്റെ ഉള്ളിൽ കണക്കൂട്ടാൻ കഴിക്കുന്ന സംഭവം കാണാം. വലതുവശത്ത് കാണുന്നത് പാർക്കിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന പട്ടം പറത്താണ്. ഇത് വികാരങ്ങളുടെ തലച്ചോറാണ്, ഇത് ബുദ്ധിയുടെ തലച്ചോറാണ്. ഇമോഷണൽ ബ്രെയിൻ, ഇന്റലക്ച്വൽ ബ്രെയിൻ. നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും ഇതാണ് കൂടുതൽ, വികാരങ്ങളാണ് കൂടുതൽ. ആരെങ്കിലും ഈ വലത്തെ തലച്ചോറ് കൂടുതൽ വികസിച്ചിട്ടുള്ള ആളെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? ആരെങ്കിലും വീട്ടിലോട്ട് വന്നിട്ട് എന്തെങ്കിലും തരണേന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയിട്ട് ആധാരം എടുത്തൊന്നും ഉറങ്ങാൻ പറയും. അത്ര ഭയങ്കര സഹാനുഭൂതിയായിരിക്കും. വികാരങ്ങളുടെ തലച്ചോറ്, ഇമോഷണൽ ബ്രെയിൻ കൂടുതലാണ്. ഇത് തീരെ കുറവും ഇത് കൂടുതലുള്ള ആളാണെങ്കിലോ ഇന്റലക്ച്വൽ ബ്രെയിൻ കൂടുതലാണ്. ആരെങ്കിലും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്താ പേര്, എവിടെന്നാ പേര്, ഊര്, ജാതകം, നാളൊക്കെ ചോദിച്ചൊക്കെ ആക്കിയിട്ട് അവസാനം വീട്ടിൽ പോയിട്ട് അടുത്ത് പോയിട്ട് 5 രൂപ കൊടുക്കും. 500 കൊടുക്കുന്നത് 5 രൂപ കൊടുക്കും. എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പാക്കി. റമദാൻ മാസത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പുറത്തേക്കിട്ട് തമിഴത്തിലേക്ക്. അപ്പൊ നമ്മുടെ നാട്ടില് ഉമ്മമാരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് കാലില് വെറ്റൽ നോക്കണം. കാലില് വെറ്റൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. കാലിൽ എങ്ങനെ വെറ്റൽ നോക്കുമ്പോൾ മനസ്സിലാവും മുസ്ലിമാണല്ലേ. നാഗമൊക്കെ അതെ പാറേക്കോലിന് നീളം നാഗമൊക്കെ ഇരിക്കും.
അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം പറയാനെയാണ് അള്ളാഹുവിന്റെ സുഖത്തേക്ക് വേണ്ടിച്ചു എന്ന് പറഞ്ഞ പോലെ കൂടുതൽ ബുദ്ധിയിൽ ചെലവഴിക്കേണ്ട ആൾക്കാരായിട്ട് ചിലപ്പോൾ ഇവർ മാറാൻ സാധ്യതയുണ്ട്. ഇന്ന് കൂടുന്ന ആൾക്കാർ ഇത് രണ്ടും പാടില്ല, രണ്ടിനെയും ഇടയ്ക്ക് വെച്ച് നിർത്തണം. അതിനെന്തൊക്കെ പറ്റും? ഇത് കൂടുതൽ വികസിക്കുവാൻ ടിവിയുടെ ഉപയോഗം കാരണമാകുന്നുണ്ട്. ഇൻഷാല്ലാഹ് ഞാൻ പറഞ്ഞു അത് കുറിച്ച് സമയമെടുത്ത് തെളിയിക്കേണ്ട ഒരു വസ്തുതയാണ്. അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇവിടെ കാണുന്ന ഭാഗങ്ങളിലുണ്ട്. ഉദാഹരണം പെട്ടെന്ന് ഞാൻ പറഞ്ഞു വിട്ടാൽ ഓരോന്ന് എഴുന്നേറ്റ് ലുക്മാനുൽ ഹക്കീം എഴുന്നേറ്റ് എഴുതിയിരിക്കുന്ന പെട്ടെന്ന് വായിച്ചേ. നീല, പച്ച, മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, നീല, ഓറഞ്ച്, നീല, ചുവപ്പ്, മഞ്ഞ, നീല, ചുവപ്പ്, കറുപ്പ്, ഓറഞ്ച്, നീല, പച്ച, മഞ്ഞ. ശരി, ഇനി ആ എഴുതിയിരിക്കുന്നത് എന്ത് കളറിലാണെന്ന് പെട്ടെന്ന് വായിക്കണം. എന്ത് കളറിൽ എഴുതിയിരിക്കുന്നത് മാത്രം വായിക്കും. ചുവപ്പ്, നീല, കറുപ്പ്, പച്ച, ഓറഞ്ച്, ചുവപ്പ്, പച്ച, മഞ്ഞ. ശരി ശരി, ഇനി എഴുതിയിരിക്കുന്നത് വായിച്ചു. നീല, പച്ച, മഞ്ഞ, ചുവപ്പ്. ആദ്യത്തേനാണ് രണ്ടാമത്തേനാണ് സ്പീഡ് കൂടുതൽ. അവർക്ക് നിറം നോക്കുമ്പോൾ സ്പീഡ് കുറച്ച് കുറയുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? ആക്ച്വലി അതെ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് വേറൊന്നല്ല, നമുക്ക് ഈ നിറം കാണാൻ സഹായിക്കുന്നത് വലത്തെ തലച്ചോറാണ്, നിറം തിരിച്ചറിയിക്കുന്നത് വലത്തെ തലച്ചോറാണ്, എഴുതിയിരിക്കുന്നത് വായിക്കാൻ സഹായിക്കുന്നത് ഇടത്തെ തലച്ചോറാണ്. രണ്ടും കൂടി ഒരേ സമയം പണിയാൻ പറ്റില്ല. ഒരേ സമയം എഴുതിയിരിക്കുന്നത് വായിക്കലും നിറം കണ്ടുപിടിക്കുന്നത് നടക്കില്ല. അറിയാതെ നിറം കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് വായിച്ചു. യഥാർത്ഥത്തിൽ ഇത് രണ്ടും രണ്ട് പണിയാണ്. രണ്ട് പണിയും ഒരേ സമയം നടക്കില്ല. അഥവാ വികാരങ്ങൾ തലച്ചോറ് വലുതായിരിക്കുകയും ആ കൂട്ടത്തിൽ ബുദ്ധിയുടെ തലച്ചോറ് വയ്ക്കുകയും നടക്കില്ല. ഒന്നുകിൽ വൈകാരിക തലച്ചോറുള്ളവൻ അല്ലെങ്കിൽ ബുദ്ധിപരമായ തലച്ചോറുള്ളവൻ. ഒരു കുട്ടിയുടെ കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 3-4 വർഷങ്ങൾക്ക് മുൻപ്. ഒരു 2 കുട്ടികളാണ് അവരുടെ വീട്ടിലുള്ളത്. മാതാപിതാക്കളും 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടിയും വേറൊരു പയ്യന്റെ കൂടെ ഒളിച്ചോടി പോവാണ്. അങ്ങനെ അബ്സ്കോണ്ടഡ് ആയി ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. പിന്നെ പോലീസിനോട് ഓർഡർ കൊടുത്തു. കോടതി 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം. എത്തിയപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു, ഈ കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് മാതാപിതാക്കളോട് അയക്കണം. കുട്ടിയോട് ജഡ്ജി ചോദിച്ചപ്പോൾ കുട്ടി ജഡ്ജിയോട് പറയണം, ഇല്ല, എനിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്. എന്റെ മാതാപിതാക്കൾ, എന്റെ അച്ഛൻ എന്നെ സ്കൂളിൽ ചേർത്തപ്പോൾ 6 മാസം കുറച്ച് ചേർത്തേക്കുന്നത്, അതുകൊണ്ടാണ്. ബർത്ത് സർട്ടിഫിക്കറ്റിന് വെല്ലുവിളിക്കുന്ന ചോദ്യം ഈ കുട്ടി അങ്ങോട്ട് ഉന്നയിച്ചു. ഏതൊരു ജഡ്ജിയാണെങ്കിലും സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ വാദം വേണമെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം, വൈദ്യപരിശോധനയ്ക്ക് കഴിഞ്ഞ ശേഷം തീരുമാനമെടുക്കാൻ വേണ്ടി മാറ്റാം. അയാളും ഒരു പിതാവാണല്ലോ. ഇത് കേട്ടപ്പോൾ തന്നെ ഈ മാതാപിതാക്കൾ പൊട്ടിക്കരയാണ് കോടതി റൂമിലിരുന്നുകൊണ്ട്. ഈ ഇളയ കുട്ടി ഇവര് കരയുന്നുണ്ടപ്പോ മനസ്സിലായി, ചേച്ചി ഞാൻ കേട്ടൂല, ചേച്ചി പോവാണ്. ആ കുട്ടി ആ റൂമിൽ വന്നിട്ട്, ചേച്ചി പോവല്ലോ, ചേച്ചി ഞങ്ങളുടെ കൂടെ പോവാന്നൊക്കെ പറഞ്ഞ് കരച്ചിൽ വല്ലാത്ത ബഹളം ഉണ്ടാക്കി. ജഡ്ജിയോട് സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്തു, കുട്ടി മാതാപിതാക്കളുടെ കൂടെ പോകണം, പ്രശ്നം ഉണ്ടാക്കിയ പയ്യനെ അറസ്റ്റ് ചെയ്ത് മാറ്റണം. കൗൺസിലിംഗിനെ അത് കൊണ്ടുവന്നു, ഇരുത്തി ചോദിച്ചു, എന്താ മോൾ എങ്ങനെ ഈ ചേട്ടനെ പരിചയപ്പെട്ടത്? പ്രൈവറ്റ് ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത്, സ്കൂളിൽ പോകുമ്പോൾ ലൈൻ ബസ്സിലാണ് പോകുന്നത്. പോകുമ്പോൾ പേരെണ്ണ അങ്ങനെയാണല്ലോ, ലൈൻ ബസ്സിന്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബസ് എന്നതിന്റെ അർത്ഥം. അങ്ങനെ ആ ബസ്സിൽ കയറുമ്പോൾ അതിന്റെ ഫ്രണ്ടില് പഠിക്കാൻ നിന്നിരുന്ന ക്ലീനറാണ് ഈ പയ്യൻ. അപ്പോൾ ഇയാള് സത്യത്തിൽ നിരപരാധിയാണ്. അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 13 വയസ്സാണ് ആ സമയം, ആ ടൈമിൽ. പിന്നെ നിസ്സാര നാളുകൾക്കുള്ളിലാണ് ആബ്സ്കോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ കുട്ടി പറയാണ്, ഞാൻ ആദ്യമായിട്ടൊന്ന് ഇങ്ങനെ ബസ്സിൽ കയറിയപ്പോൾ ബസ്സിന്റെ പഠിക്കാണ് നിന്നിരുന്നത്. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, മോള് കുറച്ചുകൂടെ കൂടെ മുകളിലോട്ട് കയറിയുന്നു, ബസ് വളയുമ്പോൾ ചിലപ്പോൾ പുറത്തോട്ട് പോകും, മോളുകൾ കയറി എന്ന് പറഞ്ഞ് മോളെ എന്നുള്ള വിളി എന്നെ ഒരുപാട് സ്വാധീനിച്ചു എന്നാണ്. ആ ചേട്ടനാണ് മോളെ എന്ന് വിളിച്ചത്. അപ്പൊ എന്നെ അങ്ങനെ സ്നേഹത്തോടെ മോളെ എന്ന് ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. കണ്ടോ, കുട്ടിയുടെ പ്രശ്നം എവിടെയാണ്? ഏറെയുണ്ട്. ഞങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ട് 1.5 വർഷത്തോളം സെപ്പറേറ്റ് ചെയ്യിച്ചു. പിന്നെ സെപ്പറേറ്റ് കൗൺസിലിംഗ് കൊടുത്തു. വിവാഹം കഴിഞ്ഞ് കുട്ടികളായിട്ട് താമസിക്കുന്നുണ്ട്. ചെറിയ കുട്ടിയായിട്ടൊക്കെ താമസിക്കും. 4 വർഷങ്ങൾക്ക് മുൻപാണ് സംഭവം. വിവാഹം മറ്റേ സംഭവമൊക്കെ പോയി. 1.5 വർഷത്തോളം മാറ്റണം. ഒരു കുട്ടി, ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടിയെ കണ്ടാലും, ആൺകുട്ടി പെൺകുട്ടിയെ കണ്ടാലും, അതിന്റെ വിഷയം 14-18 വിഷയങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പറയേണ്ടതാണെങ്കിലും ആ കൂട്ടത്തിൽപ്പെടുത്തിക്കൊണ്ടേ പറയാണ്, പരസ്പരം കണ്ട് സ്നേഹിക്കും.